ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കുറച്ച് മുരിങ്ങ ഇലയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുരിങ്ങ ഇലയാണ്. നമ്മുടെ പറമ്പിലെ മുരിങ്ങ ഒടിഞ്ഞു പോയി. അപ്പം നമുക്ക് ആ ഇല എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പം നമുക്ക് ഒരു മുരിങ്ങ ഇലയുടെ പക്കോടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം हम सजना पत्ता का पकौड़ी बनाने जा रहे दिखाएंगे कैसे है. मुरिंगे इला एല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി അടർത്തി എടുക്കുക. पहले सजना पत्ता पूरा साफ करके इसका पत्ता निकालना है. നമ്മുടെ ഇലയെല്ലാം തണ്ടേന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. पत्ता पूरा निकाल कर रखा है. अच्छे से धोना है. ഇലയിലൊന്നും ഒട്ടും അഴുക്കോ പുഴുവോ ഒന്നുമില്ല. നമുക്ക് നന്നായിട്ട് വലിച്ചെടുത്തിട്ട് വരാം. अच्छा पत्ता है, पूरा अच्छे से धो के आएंगे. നമ്മുടെ ഇല എല്ലാം നല്ലതായിട്ട് കഴുകിയിട്ടുണ്ട്. पत्ता पूरा अच्छे से धोया है. अभी थोड़ा इसका पानी निकालने के लिए रखेंगे. നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് വാലിക്കാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു 6 ഉള്ളി എടുത്ത് അരിയാം. 6 प्याज निकाल के अच्छे से कटिंग करेंगे. ഉള്ളി എല്ലാം നന്നായിട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. നല്ല കട്ടി കുറഞ്ഞു വേണം നമുക്കിത് അരിഞ്ഞെടുക്കാൻ. प्याज अच्छे से काट के रखा है. पतला पतला काटना है. और पत्ता धो के रखा है. पानी निकल गया. നമ്മൾ ഇല നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം മാർന്നു കഴിഞ്ഞു. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. थोड़ा अच्छे से काट के लेंगे. ഉള്ളി നമുക്ക് അരിഞ്ഞതെടുക്കാം. प्याज काट के रखा है. एक बाउल में डालना है. നമുക്കൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് इसमें डालना. अच्छे से मिक्स करना. हाथ से मिक्स करना है. നല്ല കൈ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഉപ്പ് നല്ലതായിട്ട് ഉള്ളിക്കകത്ത് ഞെരടിയിട്ടുണ്ട്. प्याज में अच्छे से नमक डाल के मिक्स किया है. അപ്പോൾ भी 5 മിനിറ്റ് रखेंगे. നമുക്ക് 5 മിനിറ്റ് ഇത് വെക്കാം. ഉള്ളിക്കകത്ത് 5 മിനിറ്റായി. ഉള്ളിക്കകത്ത് ഉപ്പിട്ടിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. अभी 5 मिनट हो गया. अभी मिर्चा डालेंगे. हरी मिर्च 2 टेबल स्पून. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. अदरक लहसुन पेस्ट 2 टेबल स्पून. करियापत्ता अभी डालना है. अच्छे से मिक्स कर दीजिए. നല്ലതായിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. हल्दी पाउडर डालना है. 1 टीस्पून मिर्चा पाउडर. 1 टीस्पून മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 टीस्पून അയമോദകം എടുത്തിട്ടുണ്ട്. अजवाइन लिया है 1 टीस्पून. अच्छा से मिला दीजिएगा. अच्छा से रगड़ के डाल दीजिएगा. നന്നായിട്ട് ഞെരടിയിട്ട് വേണം നമുക്ക് ഈ അയമോദകം ഇട്ട് കൊടുക്കാൻ. നമുക്ക് 1 टीस्पून കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഹിംഗ് डालेंगे 1 टीस्पून. अच्छा से मिलाना. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. काट के रखा है सजना पत्ता डालेंगे इसमें. നമുക്കെല്ലാം കൂടെ കൈ വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. अच्छा से हाथ से मिक्स करना है. നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇതിലോട്ട് പിടിപ്പിക്കാം. മുരിങ്ങയിലയും ഉള്ളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. सजना पत्ता और प्याज अच्छा से मिला दीजिएगा. മുരിങ്ങയിലയുടെ മെഡിസിനൽ വാല്യൂ ആരോടും പറയണ്ട, എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും കഴിക്കാറില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വീട്ടിലെല്ലാവർക്കും കഴിപ്പിക്കാം. सजना पत्ता का मेडिसिनल वैल्यू सबको पता है, लेकिन कोई भी नहीं खाता है. इसलिए हम लोग ऐसे ही सब बना के खिलाने से सब लोग अच्छे से खाएंगे. नल्लाയിട്ട് मिक्स ചെയ്ത് വെച്ചിട്ടുണ്ട്. अच्छे से मिक्स करके रखा है. अभी डालना है बेसन. നമുക്ക് ഇപ്പം ഇതിനകത്തോട്ട് ഞാൻ ഇടുന്നത് കടലമാവാണ്. ഇലയും ഉള്ളി എല്ലാം കൂടെ സ്റ്റിക്കി ആവണം. അത്രയും മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. കൂടുതൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. हम लोग बेसन डालता है एकदम कम डाल दीजिएगा. कितना स्टिकी होता है उतना खाली डाल दीजिए, ज़्यादा मत डालिएगा. देखिए अभी 3 टेबल स्पून हम डाला है. 3 टेबल स्पून ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. इसमें से अच्छे से पानी निकलता है. देखिए हम 3 टेबल स्पून डाला है. अभी 3 भी डालेंगे. നമുക്ക് 3 टेबल स्पून കൂടെ ഇട്ട് കൊടുക്കാം. और 3 टेबल स्पून बेसन भी डाला है. तो നല്ലതായിട്ട് വെള്ളമായിട്ടാണ്. अभी भी थोड़ा पानी है इसमें. और 2 टेबल स्पून बेसन डाल रहे. നമുക്ക് 2 टेबल स्पून കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 2 टेबल स्पून അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2 टेबल स्पून राइस फ्लोर लिया है, वो भी इसमें डालेंगे.
നന്നായിട്ട് മിക്സ് ചെയ്യുക. अच्छे മിക്സ് करना है. നോക്കിക്കേ, ഇതിനകത്തിട്ട് ഉള്ളി ഇല അല്ലാതെ ഒന്നും കാണത്തില്ല. അധികം മാവ് ഇടാതിരിക്കുവാണെങ്കിലാണ് ടേസ്റ്റ്. ज़्यादा बेसन मत डालिएगा. देखने से पत्ता और प्याज देखना है. देखिए अभी छोटा छोटा बॉल बना के रखेंगे. നമുക്ക് ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കി വെക്കാം. ഞാൻ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. सब बॉल बॉल करके रखा है. तेल गरम हो गया. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കട്ടി കൂടരുതും, കട്ടി കുറഞ്ഞ് വേണം ഇടാം. मीडियम फ्लेम में बनाना है. ज़्यादा मोटा नहीं करना है. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. थोड़ा अभी पलटी करना है. നമുക്ക് എടുക്കാം. हो गया, अभी निकाल देंगे. का संजना पत्ता का वड़ा रेडी हो गया. देखने से भी बहुत सुंदर है, खाने के लिए से भी बढ़िया है. जल्दी हो जाएगा. सब लोग थोड़ा घर में ट्राई करके देखिएगा. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. अंदर सॉफ्ट है, बाहर में अच्छा क्रिस्पी भी है. അകത്ത് നല്ല സോഫ്റ്റുമാണ്, പുറത്ത് നല്ല ക്രിസ്പിയുമാണ്. ഈവനിങ് സ്നാക്ക് ആയിട്ടും ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് ഒത്തിരി നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കാം. चावल का साथ और रोटी के साथ बढ़िया टेस्ट आ जाएगा. सब लोग घर में थोड़ा ट्राई करके देखिएगा. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.